എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ടാണ് പോണത്. അതിനായിട്ട് 250 ഗ്രാം മൈദ മാവ് എടുക്കുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. ഞാനത് 2-3 പ്രാവശ്യം അരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് 3 പ്രാവശ്യം അതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നതിന് പകരമാണത്. നമ്മളിങ്ങനെ അരിപ്പിയിലാവുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഒന്ന് മിക്സ് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്കിതിന് ആവശ്യമായിട്ട് പഞ്ചസാര എടുക്കുന്നത് അതിൽ 1 കപ്പ്, നമ്മൾ മൈദ എടുത്തിരിക്കുന്ന അതേ ഇതിൽ തന്നെ 1 കപ്പ്. അപ്പോൾ ഏകദേശം ആവശ്യത്തിനുള്ള മധുരം അതിലുണ്ടാവും. ഇനിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് വരെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ 1 കപ്പേ എടുക്കുന്നുള്ളൂ. അതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ച് നമ്മൾ മിക്സിയിലൂടെ മാറ്റി വെച്ചു. അപ്പോൾ അതിന് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് പഞ്ചസാര കാരമൽ ചെയ്യാനായിട്ടാണ്. കേക്കിനൊരു കളർ, ഒരു ബ്രൗൺ കളറിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതൊരു ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് ചൂടാക്കണം. നമ്മുടെ പഞ്ചസാര ആയി, കളർ ഇതാ നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമ്മളതിനെ മാറ്റി വെച്ചു. നമ്മളിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് പതപ്പിച്ചെടുക്കാനായിട്ടാണ്. നമ്മളൊരു മറ്റൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് സ്പൂണിട്ടിട്ട് പതപ്പിച്ചാലും മതി. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാടൻ മുട്ട ആയതുകൊണ്ട് അതിനൊരു നല്ല മഞ്ഞ കളർ ഉണ്ടാവും. അതുകൊണ്ടാണ് അതങ്ങനെ മഞ്ഞ കളറായിട്ട് തോന്നിക്കുന്നത്. നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ബട്ടറിലാണ് ഇത് ചെയ്യണത്. നമ്മൾ ബട്ടർ, അതായത് മൈദ എടുത്തിരുന്നല്ലോ, ആ കപ്പിൽ തന്നെ 1 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 125 ഗ്രാം ഉണ്ടാവും അതെ ബട്ടർ. അതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തു. നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ ആ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ പാത്രത്തെ മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാല് നന്നായിട്ടൊന്ന് അതിന് ഇളക്കിയിട്ട് ഇതിൽ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. നമ്മൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മുട്ട പതപ്പിച്ച് വെച്ച മുട്ടയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കും. നന്നായി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1 സ്പൂൺ ഒഴിച്ചു, നന്നായിട്ട് ഇളക്കി കൊടുത്തു. വീണ്ടും ഞാൻ 1 സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. അതിലേക്ക് നമ്മൾ മറ്റേ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മൈദ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ചായിട്ട് കട്ട പിടിക്കാതെ അങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബീറ്റർ ഇട്ടിട്ട് ആക്കുകയാണെങ്കിലും കുഴപ്പമില്ല. സ്പൂൺ ഇട്ടിട്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു എല്ലാം കൂടെ അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഇപ്പോൾ കറക്റ്റാണ്. നമ്മളത് കുക്കറിലാണ് ഇപ്പോൾ നമ്മളത് കേക്ക് ഉണ്ടാക്കാനായിട്ട് കുക്കറാണ്, ഓവൻ എടുക്കുന്നില്ല, കുക്കറിലാണ് ചെയ്യണത്. ഇപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ആ ബൗളിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ട് മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാണത്. മൈദപ്പൊടിയൊക്കെ അതിനൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. കേക്ക് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണത്. നമ്മൾ ഗ്യാസിൽ
കുക്കർ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സ് അതിലേക്ക് കേക്കിൻ്റെ ആ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം ഒപ്പം ഒന്ന് ലെവൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക പാത്രം. അപ്പോൾ അതിൻ്റെ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അതിനായിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് കാഷ്യോ ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മളതിന് മീതെ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഉള്ളിലൊന്നും ചെയ്തിട്ടില്ല, മാവിലൊന്നും മിക്സ് ചെയ്തിട്ടില്ല. അതിട്ട് കൊടുത്തിട്ട് നമ്മുടെ കുക്കർ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് അടിയിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഈ പാത്രം വയ്ക്കും. നമ്മൾ കുക്കറൊന്ന് നന്നായിട്ട് അടച്ചു കൊടുത്തു. പ്രഷറൊന്നും വെക്കുന്നില്ല, വെയിറ്റ് വെക്കുന്നില്ല. അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ വെച്ച് കൊടുക്കുക. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് മണമൊക്കെ വന്നിട്ടുണ്ട്, വെന്തതിൻ്റെ മണമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കപ്പോൾ അതൊന്ന് കുത്തി നോക്കാം, അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെന്തിട്ടുണ്ട്, നമ്മൾ ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മൾ കേക്ക് എടുത്തു, ഒരു പാത്രത്തിലേക്ക് അതിന് കമഴ്ത്തി കൊടുത്ത് നേരെ അവിടെ ഒട്ടിപ്പിടിക്കാതെ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേക്ക് നമ്മുടെ. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് നോക്കിയതാണ്. നല്ല സോഫ്റ്റാണ്. ബട്ടറൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ, അപ്പം നല്ല കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കുന്നത്. ബട്ടറിന് പകരം ഓയിലിട്ടിട്ടും ചെയ്യാം, പക്ഷെ ഞാൻ എപ്പോഴും ബട്ടർ ഇട്ടിട്ടാണ് ചെയ്യാറ്. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് അതിന് കഴിക്കാനായിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ക്രിസ്തുമസ് ഒക്കെ ആയിട്ട്. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.